ഹായ് ഓൾ നമസ്കാരം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് എപ്പോഴും നമ്മുടെ PSC എക്സാമിന് ചോദിക്കുന്നതാണ്, ഓർബിറ്റും ഓർബിറ്റൽസും. ജസ്റ്റ് ഒരു ചെറിയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം പറയാം. നമുക്കറിയാം പ്രധാന ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ ഏതൊക്കെയാ? KLMN, K1, L2, M3, N4. ഓരോ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2n² ആണ്. ഓരോ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. n എന്ന് വെച്ചാൽ ഷെല്ലുകളുടെ എണ്ണം. ഉദാഹരണം എന്നിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺ കൊള്ളുമെന്ന് ചോദിച്ചാൽ n നാലാമത്തെ ഷെല്ല. അപ്പോൾ എന്താ? 2 × 4ൻ്റെ സ്ക്വയർ 32. 2 × 4ൻ്റെ സ്ക്വയർ 32. 2 × 4ൻ്റെ സ്ക്വയർ 16. 16 × 2 32. ഓക്കെ, അപ്പം എമ്മിൻ്റെ അകത്ത് കൊള്ളുന്ന ഇലക്ട്രോൺ M മൂന്നാമത്തെ ഷെല്ലാണ്. 2 × 3ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9. 9 × 2 18. ഇനി ചോദിക്കാം, M എന്ന ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? M എന്ന ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? ഓർബിറ്റൽസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. എത്രാമത്തെ ഷെല്ലാണോ അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഇപ്പം M എന്ന ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് എന്തുണ്ടെന്ന് ചോദിച്ചാൽ M മൂന്നാമത്തെ ഷെല്ല് 3ൻ്റെ സ്ക്വയർ 9. ഓക്കെ അല്ലേ? എന്നിൻ്റെ അകത്ത് എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്നിൻ്റെ അകത്ത് എത്ര, N എന്ന ഷെല്ലിൻ്റെ അകത്ത് എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ N നാലാമത്തെ ഷെല്ല് 4ൻ്റെ സ്ക്വയർ. അപ്പോൾ ഓരോ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2n², എന്നാൽ ഓർബിറ്റൽസിൻ്റെ എണ്ണമാണെങ്കിൽ n² Okay, thank you very much.